പ്രജിത, ഈ ജ്യോതി മൽഹോത്രയുടെ ചാറ്റുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ജ്യോതി മൽഹോത്ര ആഗ്രഹിച്ചത് ഒരു പാകിസ്ഥാൻ യുവാവിനെ വിവാഹം കഴിക്കണമെന്നാണ്. അവരുടെ ചാറ്റുകളിൽ വന്നിരിക്കുന്ന അവർക്ക് സൗഹൃദമുള്ള ഒരു സുഹൃത്തിന്റെ ചാറ്റിങ് ഞാനൊന്ന് വായിക്കാം. ഡാനിഷ് എന്ന് പറയുന്ന ആൾക്ക് അയച്ചതോ മറ്റോ ആണ്. അതായത് അല്ല, ഡാനിഷ് തിരിച്ചയച്ചതാണ്. ഡാനിഷ് ആണോ അതെ, അവരുടെ ഇങ്ങനെയാണ്: ജ്യോതി, നീ എപ്പോഴും സന്തോഷവതി ആയിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലത്. നീ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലും നിരാശകൾ നേരിടേണ്ടി വരില്ല. ജ്യോതിക്ക് അലി ഹസൻ ആണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പറയാനുള്ളത്? ചേട്ടാ, പ്രണയം നല്ലതാണ്. പ്രണയത്തെ നമുക്കൊരിക്കലും തള്ളി പറയാൻ പറ്റില്ല. അത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പ്രവഹിക്കുന്ന ഒരു ടെലിപ്പതിയാണ്. അപ്പോൾ പക്ഷേ ഇവിടെ ജ്യോതി മൽഹോത്രയ്ക്ക് ആ ടെലിപ്പതി അങ്ങ് തെറ്റി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം അവർ ഈ പറയുന്നയാളും പാക് ISI ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഒരു പാക് ISI ഉദ്യോഗസ്ഥൻ ഒരു ഇന്ത്യൻ യുവതിയെ, അവരുടെ ലക്ഷ്യം തന്നെ ഒരു ചാരപ്പണിയായിരുന്നു. അപ്പൊ ഇവർ തമ്മിൽ ഈ പറയുന്നത് പോലെ പ്രണയബന്ധം ഉണ്ടാക്കുക, കൂടുതൽ വിവരങ്ങൾ ചോർത്തുക, ആ ബന്ധം ജിഹാദ് തന്നെ, ഒരു സുദൃഢമായ ബന്ധം ഉണ്ടാക്കുക, കൂടുതൽ കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ശേഖരിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജ്യോതി മൽഹോത്രയ്ക്ക് അവിടെ തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ട്രാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സമ്മതിച്ച കാര്യങ്ങളാണ്, അവർക്കത് പ്രശ്നമൊന്നുമില്ല. അവര് തന്നെ പറയുന്നത് അവർക്ക് പാക് യുവാവിനെ, അതായത് അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോവില്ലല്ലോ ഈ സംഭവം, അത് ചിരണ്ടിയാലും പോവില്ല, അതാണ് വിഷയം. പക്ഷെ അവര് മനസ്സിലാക്കാത്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്, ഒരു തേൻകണി അല്ലെങ്കിൽ അല്ലേ ആ ഒരു രീതിക്ക് ചാരപ്പണിക്ക് വേണ്ടി മാത്രമാണ് അവരെ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് അതെ ആ സ്ത്രീ മനസ്സിലാക്കുന്നില്ലായിരിക്കല്ല, ഒരുപക്ഷെ പണം എന്താണ് പരുന്തും പറക്കില്ല എന്നുള്ളതാണ്. അപ്പോ ആ രീതിയിലായിരിക്കാം കാര്യങ്ങൾ പോയിട്ടുണ്ടാവുക. ഒരു വേള ഒരു യുവതി എന്ന നിലയിൽ അവരുടെ മനസ്സൊന്ന് ചാഞ്ചാടിയിട്ടുണ്ടോ എന്നുള്ള സംശയം അവിടെ ഉണ്ട്. എന്തായാലും ഇതിലും മറ്റൊരു കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്, ചില സൂചനകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഉപയോഗിച്ചിരുന്ന എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ എൻക്രിപ്റ്റഡ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അത് അയക്കുന്നവർക്കും സ്വീകരിക്കുന്നയാൾക്കും മാത്രമേ ഈ സന്ദേശങ്ങൾ വായിക്കാൻ കഴിയൂ. അയക്കുന്നയാൾക്കും അങ്ങനെയാണ്. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ വേറെയുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സ്നാപ്ചാറ്റ്, ടെലഗ്രാം, വാട്സപ്പ് അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊരു ചാറ്റിൽ നിന്നാണ് ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു വിവരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ പാക് ഏജൻസുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നതെല്ലാം ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മറ്റാർക്കും വായിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന മറ്റാർക്കും ഇപ്പൊ ചേട്ടൻ അയക്കുന്ന ഒരു മെസ്സേജ് എനിക്കും, ഞാൻ അയക്കുന്ന ചേട്ടനും മാത്രം, മറ്റൊരാൾക്ക് അതിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എൻക്രിപ്റ്റഡ് കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ തന്നെ. അപ്പോൾ അത്തരത്തിലാണ്. പക്ഷേ ഇത് അവരുടെ പ്രണയവും അവരുടെ വിവാഹവും ഒക്കെ അതൊക്കെ ആശകളാണ്, ഏതൊരു മനുഷ്യനും ഉള്ളതുപോലെ ആശകളാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഈ ഡാനിഷ് എന്ന് പറയുന്ന പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ ഈ പറയുന്ന ജ്യോതി മൽഹോത്രയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഒരു സിഖ് യുവാവാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. അതായത് ഹരിയാന സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി ജീവനക്കാരനായിട്ടുള്ള ഹർകിരത് സിംഗ് അയാളാണ് ഡാനിഷുമായിട്ട് ജ്യോതി മൽഹോത്രയ്ക്ക് ബന്ധമുണ്ടാക്കി കൊടുക്കുന്നത്. 2 തവണ വീസ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് ജ്യോതി മൽഹോത്രയെ. ഈ പറയുന്ന സിംഗ് ഇത്തരത്തിൽ പോകാനായിട്ട് പാകിസ്ഥാനിലേക്ക് വീസ ലഭിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ഒരു കൂട്ടം സിഖുകാർക്കൊപ്പം പാക്കിലേക്ക് ഇവരെ അയക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഗുരുദ്വാരയുണ്ട്, എന്താണ് അതിന്റെ പേര്, നങ്കന സാഹിബ്.
അങ്ങനെ പോലുള്ള ഗുരുദ്വാരകളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ അങ്ങോട്ടേക്ക് അവിടുത്തെ ഗുരുദ്വാരകളിലേക്കൊക്കെ പോകാറുണ്ട്. അതിന്റെ മറവിലാണ് ഒരു കൂട്ടം സിഖുകാർക്കൊപ്പം ഈ പറയുന്ന ജ്യോതി മൽഹോത്രയെ ഈ സിംഗ് അയക്കുന്നതോ കൊണ്ടുപോകുന്നതോ ആയിട്ടുള്ളത്. എന്തായാലും ഈ സിഖ് യുവാവ് ഇത്തരത്തിൽ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ചില സംശയങ്ങൾക്ക് കൂടി വഴിവെക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സിഖ് യുവാവുമായിട്ടുള്ള ഇവരുടെ കോണ്ടാക്ട്സും ഒക്കെ NIA-യും IB-യും മിലിറ്ററി ഇന്റലിജൻസും ഒക്കെ ശേഖരിക്കുന്നുണ്ട്. സിംഗിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങളെല്ലാം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടണമെങ്കിൽ, ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചാറ്റുകളോ അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലം വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും സിംഗ് ഇത്തരത്തിൽ അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട്. ഈ സിംഗ് ഇവിടെ അയക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നിയ ഒരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖലിസ്ഥാൻ വാദം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പൊ വളരെയധികം കാനഡയിലൊക്കെയും ഖലിസ്ഥാനികൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഖാലിസ്ഥാൻ വാദം സിഖുകാർ ഇഷ്ടം പോലെ അത് വിഷയമായതാണ്. ആ സമയത്ത് പഞ്ചാബ് പ്രവിശ്യ, പാക് പഞ്ചാബ് പ്രവിശ്യയിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഗുരുദ്വാരകളുള്ളത്. അവിടെ ഉള്ളത് ഖലിസ്ഥാനികൾ ഇന്ത്യക്കെതിരാണ്, പാകിസ്ഥാനികളും ഇന്ത്യക്കെതിരാണ്. അപ്പോൾ ഈ പാകിസ്ഥാനികളും ഖലിസ്ഥാനികളും തമ്മിലുള്ള ഒരു ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടി വരും. കാരണം ഒരു പാക് ഉദ്യോഗസ്ഥന്, ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥന് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബറെ ഒരു സിഖ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു യുവാവ് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ പരിചയപ്പെടുത്തുന്നത് വഴി അവരെ അങ്ങോട്ടേക്ക് അയക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിൽ ചില സംശയങ്ങൾ ഉണ്ട്. ഈ ഫോറൻസിക് പരിശോധനാ ഫലമൊക്കെ വരുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സിഖ് ഗുരുദ്വാരകളിലേക്കൊക്കെ ഈ യുവതിയെ വിടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടൈപ്പ് ഉണ്ടായിട്ടുണ്ടാകണം. ഖലിസ്ഥാനികളും പാക് ഏജൻസും ഒക്കെ തമ്മിൽ, അവിടുത്തെ തീവ്രവാദികളും ഒക്കെ ആയിട്ട് ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകും. നമുക്കതൊന്നും ഇല്ല എന്ന് പറയാനുള്ള സോഴ്സുകളൊന്നുമില്ല. കാരണം അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥന് ജ്യോതി മൽഹോത്ര ഈ സിഖ് യുവാവ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ലക്ഷ്യത്തോടെ തന്നെ ആയിരിക്കും അല്ലെ? മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, ഖാലിസ്ഥാൻ വാദം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സിഖ് യുവാവ് പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമുക്കത് അവിടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ഈ കാര്യം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവര് കാര്യങ്ങൾ കോഡ് ഭാഷകൾ ഉപയോഗിച്ചിരുന്നത് ലവ് യു എന്ന പേരില്, മരുന്നുകളുടെ പേരില്, ഒരു സവിത എന്ന് പറയുന്ന ഒരു പേര് ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാം കോഡുകളാണ്. ഈ കോഡുകളിൽ എങ്ങനെയാണ്? അത് മാത്രമല്ല, ഇവര് ഈ പാക് ഏജന്റിന്റെ നമ്പർ, ഷാക്കിർ എന്ന് പറയുന്ന ഒരു പാക് ഏജന്റ്, ഈ പാക് ഏജന്റിന്റെ നമ്പർ അവർ സേവ് ചെയ്തിരുന്നത് ജാട്ട് രന്താവ എന്ന പറഞ്ഞ പേരിലാണ്. അപ്പൊ ഇതിലെല്ലാം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ചെയ്യണം. ഫോറൻസിക് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ അവരുടെ എല്ലാ കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിംഗിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ എല്ലാം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എന്നുള്ള വിവരം വരുന്നത്. അത് നിസ്സാര കാര്യമല്ല. ജ്യോതി മൽഹോത്രയുടെ അയച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവരെ അവിടേക്ക് കൊണ്ടുപോകാൻ അയച്ചിട്ടുള്ള സിഖ് യുവാവിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ വരെ അവിടെ ഉണ്ട്. അപ്പോൾ അത് ഈ ഖലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണോ ഇവരെ പാകിസ്ഥാനിലേക്ക് അയക്കാനായിട്ട് തയ്യാറെടുത്തിരുന്നത് അല്ലെങ്കിൽ സഹായിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധമുണ്ടോ എന്നുകൂടിയുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട്.